രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന കർണാടകയിലെ അലൻ വോട്ട് കൊള്ള കേസ് പുതിയ വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. SIT നടത്തിയ അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഒന്നാം പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് BJPയുടെ മുൻ MLA ആണ്. BJP മുൻ MLA സുഭാഷ് ഗുട്ടേദാറിനെയും അദ്ദേഹത്തിൻ്റെ മകനായ ഹർഷാനന്ദ് ഗുട്ടേദാർ എന്നിവരെ പ്രതിയാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 22,000-ഓളം പേജുള്ള കുറ്റപത്രമാണ് ബാംഗ്ലൂരു ഫസ്റ്റ് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നിലവിലെ MLAയും മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ BR പട്ടേലിൻ്റെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കേസിൽ സുഭാഷ് ഗുട്ടേദാർ ഒന്നാം പ്രതിയും മകൻ രണ്ടാം പ്രതിയുമാണ്. 2023 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനായി തനിക്ക് വോട്ട് ചെയ്യില്ലെന്ന് കരുതുന്ന 5,994 വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാനാണ് സുഭാഷ് ഗൂഢാലോചന നടത്തിയത്. വോട്ടർ പട്ടികയിൽ നിന്നും ഓരോ പേര് നീക്കം ചെയ്യുന്നതിനും 80 രൂപ വീതമാണ് ഡാറ്റാ സെൻറ്റർ നടത്തിപ്പുകാർക്ക് പ്രതികൾ വാഗ്ദാനം ചെയ്തിരുന്നത്. കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരുന്ന 22,000 പേജുകളിൽ 15,000-ഓളം പേജുകളും സാങ്കേതിക തെളിവുകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അനധികൃതമായി ലോഗിൻ ചെയ്തതിൻ്റെ IP അഡ്രസ് ലോഗുകളും അനുബന്ധ രേഖകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നുഴഞ്ഞു കയറിയായിരുന്നു ഇത്തരം തട്ടിപ്പ് നടത്തിയത്. വഞ്ചന, ആൾമാറാട്ടം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുവാൻ നടത്തിയ ഈ ഒരു നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു. 2022 ഡിസംബറിനും 23 ഫെബ്രുവരിക്കും ഇടയിൽ BJP നേതാവും ഡാറ്റാ സെൻറ്റർ ജീവനക്കാരനുമായി ഏതാണ്ട് 4.8 ലക്ഷം രൂപയുടെ പണമിടപാട് നടന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 26-നാണ് SIT ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തത്. ആദ്യം പ്രാദേശിക പോലീസും പിന്നീട് CID സൈബർ ക്രൈം യൂണിറ്റും അന്വേഷിച്ച ഈ കേസിൽ വ്യാജ അപേക്ഷകൾ സമർപ്പിച്ച സ്ഥലം കൽബുർഗി ജില്ലാ ആസ്ഥാനമായുള്ള ഒരു ഡാറ്റാ സെൻ്ററാണെന്ന് കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് അഷ്ഫാഖ് എന്ന വ്യക്തിയിലേക്കായിരുന്നു അന്വേഷണം പ്രധാനമായും അന്ന് നടന്നത്. എന്നാൽ 2023 ചോദ്യം ചെയ്തപ്പോൾ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെടുകയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹാജരാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദുബായിലേക്ക് കടന്നു കളയുകയായിരുന്നു. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡുകളും അഷ്ഫാഖിൽ നിന്നും പിടിച്ചെടുത്ത ഉപകരണങ്ങളും പരിശോധിച്ചതിൽ നിന്നും ഇയാൾ തൻ്റെ കൂട്ടാളികളുമായി ഇൻ്റർനെറ്റ് കോളുകൾ വഴി ബന്ധപ്പെട്ടിരുന്നതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതായി പറയപ്പെടുന്നുണ്ട്. അഷ്ഫാഖ് വിദേശത്തേക്ക് കടന്നതിൽ കൃത്യമായ സഹായം ഈ BJP നേതാക്കൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ആരോപണം കോൺഗ്രസിനുണ്ട്. അതിനുശേഷമായിരുന്നു ഈ വിഷയത്തിൽ ആദ്യ അറസ്റ്റ് കർണാടകയിൽ രേഖപ്പെടുത്തിയത്. അലൻ മണ്ഡലത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റി എന്ന കുറ്റത്തിന് പശ്ചിമ ബംഗാൾ സ്വദേശി കൂടിയായ ബാപ്പി ആദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് BJP നേതാവിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. BJP നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം ഇയാൾ വ്യാപകമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിയത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയത്. OTP ഉപയോഗിച്ച് അതിവിദഗ്ധമായി ഇയാൾ വോട്ടുകൾ നീക്കം ചെയ്തു. എന്തായാലും ഈ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ ജ്ഞാനേഷ് കുമാറിന് നൽകേണ്ടി വരും എന്നതിൽ തർക്കമില്ല. SIT BJP നേതാവിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൗനം അത് അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ ജ്ഞാനേഷ് കുമാറിന് സാധിക്കില്ല എന്നത് ഉറപ്പാണ്. ഏതായാലും രാഹുൽ തുടങ്ങിവെച്ച പോരാട്ടം ഇപ്പോൾ വിജയം കാണുകയാണ്.